Welcome to Learnino. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഷൻ ഓഫ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റിജിഡ് ബോഡി റൊട്ടേഷന്റെ MCQ ക്വസ്റ്റ്യൻസ് ആണ്. First question, numerous particles in a system are placed at a distance of d from the origin. The position of center of mass will definitely be. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാർട്ടിക്കിൾസ് ഓഫ് എ സിസ്റ്റം എന്താണ്? പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് d. ഒറിജിനിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഡിയിലാണ് പാർട്ടിക്കിൾസ് ഓഫ് സിസ്റ്റം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഈക്വൽ ടു ഡി, ഓപ്ഷൻ ബി ലെസർ ദാൻ ഓർ ഈക്വൽ ടു ഡി, ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ ഡി, ഓപ്ഷൻ ഡി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡി. എന്താണ് നമുക്ക് പറയാനായിട്ട് പറ്റുക പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസിനെ കുറിച്ച് നമുക്ക് നോക്കാം. Since all objects are placed at the same distance, they are either placed in a spherical configuration, circular arc configuration or a linear configuration. അല്ലേ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യൂമറസ് പാർട്ടിക്കിൾസ് അല്ലെ, എല്ലാ പാർട്ടിക്കിൾസും തന്നെ ഒരു ഡിസ്റ്റൻസ് d ഫ്രം ദി ഒറിജിൻ ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്തായിട്ട് അസ്യൂം ചെയ്യാം? ആ എല്ലാ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒബ്ജക്ട്സും എന്താ പ്ലേസ്ഡ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താണ്, അതൊന്നില്ലെങ്കിൽ ഒരു സർക്കിളിലായിരിക്കും അല്ലെങ്കിൽ സ്പെറിക്കൽ കൺഫിഗറേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫിഗറിലായിരിക്കും ആ ഒരു പാർട്ടിക്കിൾസ് എക്സിസ്റ്റ് ചെയ്യുക അല്ലെ. In all the cases, the center of mass of the system will lie within the geometry of the shape. അല്ലെ, ആ ഒരു സ്പെറിക്കൽ ഷേപ്പിന് ഉള്ളിലായിരിക്കും സെന്റർ ഓഫ് മാസ് ഓഫ് ദി സിസ്റ്റം ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ്, hence the center of mass of the system is at a position lesser than or equal to d. അല്ലെ, എന്താണ് ശരിക്കും പറയുന്നത്? ഈ ഒരു ഡിസ്റ്റൻസ് d നമ്മൾ കൺസിഡർ ചെയ്യുക അല്ലെ. ആ ഒരു ഡിസ്റ്റൻസിലായിരിക്കും അല്ലെങ്കിൽ അതിനെക്കാട്ടും കുറവ് ഡിസ്റ്റൻസിലായിരിക്കും പാർട്ടിക്കിൾസിന്റെ സിസ്റ്റം പ്ലേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനായിട്ടാണ് ചോദിച്ചത് അല്ലെ. ആ പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്തായാലും അത് ഈ ഒരു സ്പെറിക്കൽ ഷേപ്പിന് ഉള്ളിലായിരിക്കും ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതെന്താണ്, ആ ഒരു പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ ഒരു ഡി വാല്യൂവിനെക്കാട്ടും ലെസ് ദാൻ ആയിരിക്കും അല്ലെങ്കിൽ ഈക്വൽ ടു ഡി ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ ബി lesser than or equal to d ആണ് correct answer. Next question, a boy of mass 50 kg is standing on a frictionless surface. He throws a ball of mass 2 kg away from him with a speed of 10 meter per second. Find the final speed of center of mass. Option A 0 meter per second, option B 20 meter per second, option C 10 meter per second, and option D 0.4 meter per second. അല്ലെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഫസ്റ്റ് കേസിൽ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ബോയ് റെസ്റ്റ് അല്ലെങ്കിൽ ബോയ് സ്റ്റാൻഡിങ് പൊസിഷനിലാണ് അല്ലെ വിത്ത് എ മാസ് ഓഫ് 50 കിലോഗ്രാം. പിന്നെ നെക്സ്റ്റ് കേസ് എന്താണ് കൺസിഡർ ചെയ്യേണ്ടത്? ആ ഒരു ബോയ് റെസ്റ്റിംഗ് പൊസിഷനിൽ നിന്നിരുന്ന ഒരു ബോയ് ഒരു ബോൾ എടുത്ത് എറിയുന്നു അല്ലെ. എത്ര മാസ് ഓഫ് ബോൾ ആണ്? 2 കിലോഗ്രാം മാസ് ഓഫ് ബോൾ അതെടുത്ത് എറിയുന്നു ആ കുട്ടി വിത്ത് എ സ്പീഡ് ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫൈനൽ സ്പീഡ് ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനായിട്ടാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇനീഷ്യലി എന്താണ് നമുക്കറിയാം, ബോയ് വാസ് അറ്റ് റെസ്റ്റ് അല്ലെ. ആ ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഫ്രിക്ഷൻ ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ സോ ദി നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി ബോൾ അല്ലെങ്കിൽ നെറ്റ് ഫോഴ്സ് ഓൺ ബോയ് എന്ന് പറഞ്ഞത് എന്താണ്? 0 ആണ് വരിക അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്? ഫോഴ്സ് 0 ആയതുകൊണ്ട് ചേഞ്ച് ഇൻ മൊമെന്റം എന്താണ്? 0 ആണ്. അപ്പം as a result എന്താണ്, ഫൈനൽ വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് എന്താണ്? 0 ആയിരിക്കും അല്ലെ. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ 0 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഫൈനൽ സ്പീഡ് ഓഫ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is the mathematical representation of law of conservation of total linear momentum? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ടോട്ടൽ ലീനിയർ മൊമെന്റത്തിന്റെ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡി പി ബൈ ഡി ടി ഈക്വൽ ടു 0, ഓപ്ഷൻ ബി ഡി എഫ് ബൈ ഡി ടി ഈക്വൽ ടു 0, ഓപ്ഷൻ സി ഡി പി ബൈ ഡി ടി ഈക്വൽസ് എഫ് ഇന്റേണൽ, ഓപ്ഷൻ ഡി ഡി എഫ് ബൈ ഡി ടി ഈക്വൽസ് പി അല്ലെ. ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ഏത് ന്യൂട്ടൺസ് ലോയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിന്നാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം നമുക്ക് കിട്ടുന്നത് അല്ലെ. എന്താണ് ആ ഒരു പർട്ടിക്കുലർ ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് കോൺസ്റ്റന്റ് വെൻ എക്സ്റ്റേണൽ ഫോഴ്സസ് ആഡ് അപ് ടു 0 അല്ലെ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ലീനിയർ മൊമെന്റം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിരിക്കും എപ്പോ എക്സ്റ്റേണൽ ഫോഴ്സസ് 0 ആവുന്ന കണ്ടീഷനിൽ അല്ലെ. അപ്പൊ എന്താണ് ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എഫ് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം ആ ഒരു ഇക്വേഷനിൽ നിന്ന്.
ഇവിടെ എന്താണ് എഫ് എക്സ്റ്റേണൽ മസ്റ്റ് ബി സീറോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിന്? ഫോർ കോൺസ്റ്റന്റ് ലീനിയർ മൊമെന്റം അല്ലെ. അപ്പൊ എന്താണ് ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എഫ് എക്സ്റ്റേണൽ ഈക്വൽ ടു സീറോ വരും. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഡി പി ബൈ ഡി ടി ഈക്വൽ ടു എ. സോറി, ഡി പി ബൈ ഡി ടി ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. Next question. The rotational inertia of a rigid body is referred to as its option A moment of energy, option B moment of force, option C moment of inertia and option D moment of acceleration. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒരു റിജിഡ് ബോഡിയുടെ റൊട്ടേഷണൽ ഇനേർഷ്യനെ പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. Next question. A particle performing uniform circular motion has angular momentum L. If its angular frequency is double and its kinetic energy is half, then the new angular momentum is option A L by 2, option B L by 4, option C 2L, option D 4L. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നമുക്ക് നോക്കാം. ഒരു യൂണിഫോം സർക്കുലർ മോഷൻ ഒരു പർട്ടിക്കുലർ പാർട്ടിക്കിൾ പെർഫോം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? വിത്ത് ആംഗുലർ മൊമെന്റം എൽ അല്ലെ. ആ ഒരു കണ്ടീഷനിൽ അതിന്റെ ആംഗുലർ ഫ്രീക്വൻസി ഡബിൾ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അതേ സമയത്ത് തന്നെ കൈനറ്റിക് എനർജി ഹാഫ് ആക്കുന്നു. അങ്ങനെ വരുമ്പം പുതിയ ആംഗുലർ മൊമെന്റത്തിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം കൈനറ്റിക് എനർജി റൊട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? K ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഐ ഒമേഗ സ്ക്വയർ അല്ലെ. ഐ എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യയും ഒമേഗ എന്താണ്? ആംഗുലർ വെലോസിറ്റിയുമാണ്. അപ്പൊ ആംഗുലർ മൊമെന്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? L ഈക്വൽ ടു ഐ ഒമേഗ. ഈ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിൽ നമുക്ക് ഐ ഒമേഗ സ്ക്വയറിനെ എങ്ങനെയാക്കി എഴുതാം നോക്കാം. K ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയറിനെ നമുക്ക് ഐ ഒമേഗ ഇൻറ്റു ഹാഫ് ഇൻറ്റു ഐ ഒമേഗ ഇൻറ്റു ഒമേഗ എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ആക്കി എഴുതാം അല്ലെ. അപ്പൊ K ഈക്വൽ ടു എന്താണ് വരിക? ഹാഫ് ഇൻറ്റു ഈ ഐ ഒമേഗയ്ക്ക് പകരം L ആയിട്ട് നമുക്ക് എഴുതാം. ഹാഫ് എൽ ഒമേഗ വരും. അതിന് നമുക്ക് ആംഗുലർ മൊമെന്റം എല്ലിന്റെ വാല്യൂ ഡെറൈവ് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെ? 2K by ഒമേഗ ആയിട്ട് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കേസിൽ L2 by L1 ആംഗുലർ മൊമെന്റത്തിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പൊ K2 by K1 എടുക്കുക ഇൻറ്റു ഒമേഗ 1 by ഒമേഗ 2 അല്ലെ. അത് ഈക്വൽ ടു എന്താണ് വരിക? ഹാഫ് ഇൻറ്റു ഹാഫ് വരും അല്ലെ. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കട്ടായി പോകും. ഹാഫ് ഇൻറ്റു ഹാഫ് മാത്രമാണ് വരുന്നത്. പിന്നെ എന്താണ്? mu2 ഒമേഗ 1 ഈക്വൽ ടു ഒമേഗ 2 ആൻഡ് 2K2 ഈക്വൽ ടു K1 അല്ലെ. അതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? നേരത്തെ ആ ക്വസ്റ്റ്യൻ തന്ന കേസസിനെ സംബന്ധിച്ചാണ് ഈ രണ്ട് ഇക്വേഷൻസ് വരുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് എഴുതാം? L2 by L1 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by 4 ആണ് വരിക. അല്ലെങ്കിൽ L2 ഈക്വൽ ടു L by 4 ആണ് വരിക. ഇതാണ് കറക്റ്റ് ആൻസർ. Next question. A particle moves on a circular path with decreasing speed. Choose the correct statement. Option A, angular momentum remains constant. Option B, acceleration is towards the center. Option C, particles move on a spiral path with decreasing radius. Option D, the direction of angular momentum remains constant. പാർട്ടിക്കിൾസ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഒരു സർക്കുലർ പാത്തിൽ ഡിക്രീസിങ് സ്പീഡ് വെച്ചിട്ടാണ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനായിട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കിൾസ് സർക്കുലർ മോഷനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ ആംഗുലർ മൊമെന്റം എങ്ങനെയാ കണ്ടുപിടിക്കുക? L ഈക്വൽ ടു എം ഇൻറ്റു ആർ ക്രോസ് ബി അല്ലെ. ഈ ഡയറക്ഷൻ ഓഫ് ആർ ക്രോസ് ബി എന്താണ്? ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം ആണ്. അത് എന്താണ്? സെയിം തന്നെ ആയിരിക്കും അല്ലെ. അപ്പൊ ഓപ്ഷൻ ഡി, ഡയറക്ഷൻ ഓഫ് ആംഗുലർ മൊമെന്റം റിമെയിൻസ് കോൺസ്റ്റന്റ് ആണ് കറക്റ്റ് ആൻസർ. Next question. A particle moves for 20 seconds with a velocity of 3 meter per second and then moves with a velocity of 4 meter per second for another 20 seconds and finally moves with a velocity of 5 meter per second for next 20 seconds. What is the average velocity of the particle? Option A 3 meter per second, option B 4 meter per second, option C 5 meter per second and option D 0. അല്ലെ. ആവറേജ് വെലോസിറ്റി ഓഫ് ദി പാർട്ടിക്കിൾ അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി പാർട്ടിക്കിൾ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഇവിടെ എന്താണ്? 3 കേസസിലാണ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്താണ്? വെലോസിറ്റി ഓഫ് 30 മീറ്റർ പെർ സെക്കൻഡ് 20 സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. നെക്സ്റ്റ് വിത്ത് വെലോസിറ്റി ഓഫ് 4 മീറ്റർ പെർ സെക്കൻഡ് അനദർ 20 സെക്കൻഡിൽ മൂവ് ചെയ്യുന്നു. പിന്നെ എന്താണ്? വിത്ത് വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് ഫോർ നെക്സ്റ്റ് 20 സെക്കൻഡ് അല്ലെ. അപ്പൊ
ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദി പാർട്ടിക്കിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? D equals V1 T1 plus V2 T2 plus V3 T3 അല്ലേ? mu T1 equal to T2 equal to T3 equal to എത്രയാണ്? 20 സെക്കൻഡ് ഡിഫറൻസിലാണ് ഈ വെലോസിറ്റീസ് ചേഞ്ച് ചെയ്യുന്നത് അല്ലേ? അപ്പൊ D equal to എന്താണ്? 20 into 20 കോമൺ ആയിട്ട് എടുക്കട്ടെ, കാരണം T1 T2 T3 കോമൺ ആയിട്ടാണ് വരിക അല്ലേ? അപ്പൊ 20 into വെലോസിറ്റീസ് ആഡ് ചെയ്യുക, 3 plus 4 plus 5 ആഡ് ചെയ്യുക. അപ്പൊ 20 into എത്ര വരിക? 12 വരും അല്ലെ? 240 മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരിക. ടോട്ടൽ ടൈം എത്രയാണ്? 3 ടൈംസ് വന്നിട്ടുണ്ട്, 20 സെക്കൻഡ് 20 സെക്കൻഡ് 20 സെക്കൻഡ്, അതെല്ലാം കൂടി ആഡ് ചെയ്യുക 60 സെക്കൻഡ്. അപ്പൊ ആവറേജ് വെലോസിറ്റി എങ്ങനെയാണ്? V equal to D by total distance covered by the particle by total time, അതായത് 240 meter by 60 second, 4 meter per second. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. Next question. A radioactive particle at rest having mass 10 gram breaks into two fragments, 1 and 2 in the mass ratio 2:3 respectively. If the first one moves with a velocity of 10 meter per second, what will be the speed of the second particle? Option A 4.33 meter per second, option B minus 4.33 meter per second, option C minus 6.67 meter per second, option D 6.67 meter per second. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾ റെസ്റ്റിലാണ് വിത്ത് മാസ് 10 gram. സഡൻലി എന്താണ്? അത് ബ്രേക്ക് ചെയ്യുന്നു, രണ്ട് പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നു. എങ്ങനെ? അതിന്റെ മാസ് റേഷ്യോ 2:3 വരുന്ന രീതിക്കാണ് അത് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് വൺ മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ സ്പീഡ് ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? മാസസ് 2:3 റേഷ്യോയിലാണ് അത് ഡിവൈഡ് ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഫസ്റ്റ് പാർട്ടിന്റെ മാസ് നമ്മൾ 2x ആയിട്ടും സെക്കൻഡ് പാർട്ടിന്റെ 3x ആയിട്ടും കൺസിഡർ ചെയ്യുക. ആ 2x plus 3x എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ മാസ് ആണ് അല്ലെ? 10 gram ആണ് ടോട്ടൽ മാസ്. അപ്പൊ 2x plus 3x എന്ന് പറഞ്ഞാൽ 10 gram ആണ് അല്ലെ? അപ്പൊ 5x equal to 10 gram, x ന്റെ വാല്യൂ എത്രയാണ്? 2 gram ആണ് വരിക. അപ്പൊ നമുക്ക് 2x ഉം 3x ഉം അല്ലെ, ഈ x ന്റെ സ്ഥാനത്ത് 2 gram കൊടുക്കുക. അപ്പം 4 gram ഉം 6 gram ഉം ആണ് മാസ് കറക്റ്റ് ആയിട്ട് വരിക. പാർട്ടിക്കിൾ 1ന്റെ മാസ് 4 gram ഉം പാർട്ടിക്കിൾ 2ന്റെ എത്രയാണ്? 6 gram ഉം ആണ് വരിക. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ടോട്ടൽ മൊമെന്റം എന്താണ്? കൺസർവ്ഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? എക്സ്റ്റേണൽ ഫോഴ്സസ് ഒന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ടോട്ടൽ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. വെലോസിറ്റി ഓഫ് ദ സെക്കൻഡ് പാർട്ടിക്കിൾ നമ്മൾ v ആയിട്ട് കൺസിഡർ ചെയ്യുക അല്ലെ? അപ്പം നമ്മൾ പറഞ്ഞു ടോട്ടൽ മൊമെന്റം 0 എന്ന് പറഞ്ഞു അല്ലെ? അപ്പം ആ ടോട്ടൽ മൊമെന്റം ഈക്വൽ ടു 4 into, അതായത് മാസ് ഓഫ് ഫസ്റ്റ് പാർട്ട് ഇൻറ്റു വെലോസിറ്റി ഓഫ് ഫസ്റ്റ് പാർട്ടിക്കിൾ 10. 4 into 10 plus 6. 6 എന്ന് പറഞ്ഞത് സെക്കൻഡ് പാർട്ടിക്കിളിന്റെ മാസ് ആണ്, ഇൻറ്റു v എന്ന് പറഞ്ഞത് വെലോസിറ്റി ഓഫ് സെക്കൻഡ് പാർട്ടിക്കിൾ. അതിൽ നിന്ന് നമുക്ക് വിയുടെ വാല്യൂ കിട്ടും. എത്രയാണ്? -40/6 അല്ലെങ്കിൽ -6.67 meter per second. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Next question. The net force of the body is 0. That means the force are not being applied to the body at all, and hence the body is in equilibrium. Options. Option A, the first part of statement is false and other part is true. Option B, the first part of statement is false and other part is false too. Option C, the first part of statement is true and other part is false. Option D, the first part of statement is true and other part is true too. എന്താണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? നെറ്റ് ഫോഴ്സ് ഓഫ് ദ ബോഡി എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലെ? It doesn't mean that the force are not being applied to the body at all, and hence the body is in equilibrium അല്ലെ? Equilibrium is only attained if the net force on the body tends to be or equal to 0. Equilibrium എങ്ങനെ മാത്രമാണ് അറ്റൈൻ ചെയ്യുന്നത്? നെറ്റ് ഫോഴ്സ് ഓൺ ദി ബോഡി എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലെ? അപ്പൊ എന്താണ്? ഫോഴ്സസ് ക്യാൻസൽ ഔട്ട് ചെയ്യും ആ ഒരു ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്ന കണ്ടീഷനിൽ. ഇഫ് ദിസ് ഹാപ്പൻസ് there is no motion of the body along any direction. അപ്പൊ ബോഡി ഇക്വിലിബ്രിയത്തിലാണെന്ന് നമുക്ക് പറയാം അല്ലെ? അപ്പൊ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ് വരിക. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്, അതർ പാർട്ട് എന്താണ്? ഫോൾസ് ആയിട്ടാണ് വരിക അല്ലെ? Next question. The speed of a solid sphere after rolling down from rest without sliding on an inclined plane of vertical height h is. Option A
root of 4 by 3 GH, option B root of 10 by 7 GH, option C root 2 GH, option D root of 1 by 2 GH. Speed of solid sphere ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ after rolling down from rest without sliding on inclined plane of vertical height, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുന്നത് നമുക്ക് നോക്കാം. mgh equal to half mv square plus half I omega square വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ. ഓക്കെ, സ്പീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ v എന്താണ്? v equal to r omega ആണ് അല്ലെ. അപ്പൊ mgh equal to half mv square plus half into 2 by 5 mr square into v square by r square എന്ന് വരും. ഒമേഗയ്ക്ക് പകരമാണ് ഈ v square by r square നമ്മൾ എഴുതിയിരിക്കുന്നത്. ഐക്ക് പകരമാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് പകരമാണ് 2 by 5 mr square എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടേം വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ജിഎച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കാം. വി സ്ക്വയർ ബൈ 2 പ്ലസ് വി സ്ക്വയർ ബൈ 5 വരും. ഇത് ഫൈനലായിട്ട് സോൾവ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഓക്കെ, അത് ഈക്വൽ ടു 7 by 10 വി സ്ക്വയർ ആയിരിക്കും. അപ്പൊ വി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് 10 by 7 ജി എച്ച് ആണ് ഫൈനലായിട്ട് വരിക. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇത്രയേ ഉള്ളൂ 10 MCQ ക്വസ്റ്റ്യൻസ്. താങ്ക് യു.